ഉത്സവം കഴിഞ്ഞ് 2 മണിക്ക് അങ്ങോട്ട് കയറി കിടന്ന് തന്നെ അമ്മ രാവിലെ കുത്തിപ്പൊക്കി അങ്ങ് എഴുന്നേപ്പിച്ച് പോയി നോക്കുമ്പോഴോ മയിലിനെ കാണിക്കാനാണ്. വെയിലും വേനലൊക്കെ ആയപ്പോൾ വെള്ളം കിട്ടാത്തോണ്ട് ഇറങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞ് ബക്കറ്റിൽ വെള്ളം എടുത്ത് പോയപ്പോ മയിലിന്റെ പാട്ടിനും പോയി, എന്റെ ആണെങ്കിൽ ഒക്കും പോയി. ആയപ്പോഴത്തേക്ക് അച്ഛന്റെ കണക്ക് പിന്നെയും പണി കിട്ടി. മുടിയൊക്കെ കാട് പോലെ വെട്ടിയിട്ടൊക്കെ വരാൻ. പിന്നെ നമ്മൾ ഫ്രണ്ടിനെ വിളിച്ച് അവന്റെ വണ്ടി എടുത്ത് നേരെ ബാർബർ ഷോപ്പിലോട്ട് ഇട്ട്. അവിടെ ഇരുന്ന് മുറിക്കാൻ പോകുന്ന മുടിയുടെ ഭംഗിയൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബയ്യ വന്ന്. ഞാനൊരു താജ്മഹാള് പണിയും അണിഞ്ഞാലത് കുത്തപ്പീനാറാകും. എപ്പോഴത്തേലും എന്തെങ്കിലുമൊക്കെ കൊളാവുന്നോ, പക്ഷെ ഇപ്രാവശ്യം അത്ര ബോറായിട്ട് തോന്നില്ല. പിന്നെ അവനെ വിളിച്ച് നമ്മളെ നേരെ വീട്ടിലോട്ട് പോയി. വൈകുന്നേരം കുറച്ച് സമയം കളി കാണാന്ന് വെച്ച് ഗ്രൗണ്ടിൽ പോയപ്പം ഇന്നലെ ബോൾ അടിച്ച് തെങ്ങിന്റെ വണ്ടിയിൽ കയറ്റി വെച്ച് എല്ലാരും കൂടി ചകവകർത്തിട്ടും ബോൾ മാത്രം കിട്ടിയില്ല. പിന്നെ കുറച്ച് സമയം സംസാരിച്ചിരുന്ന് നമ്മളെ നേരെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോയി. രാത്രി ആയപ്പം വീട്ടിലെ ലവ് ബേർഡ്സ് 2 പേരും കൂടി ഉത്സവം കൂടാൻ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ വരുന്ന ചോദിച്ചപ്പോ ഞാൻ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാന്ന് പറഞ്ഞു. നമ്മളായിട്ട് എന്തിനാ സ്വർഗത്തിലൊക്കെ കെട്ടുമ്പോന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴത്തെ ഞാൻ ഹെൽമെറ്റ് എടുത്തില്ലാന്ന്. പിന്നെ ഇപ്പോഴല്ലേ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് 2-3 പല്ലും പൊട്ടി, ഒരു എല്ലും പൊട്ടി, 10-30 സ്റ്റിച്ച് വിട്ട് 2 മാസം കിടന്നത്. അപ്പൊ ഹെൽമെറ്റിനോട് ഇപ്പൊ നല്ല സ്നേഹമാണ്. ഗേറ്റ് ആയിട്ട് എങ്ങനെയല്ല അമ്പലത്തിലെത്താന്ന് വെച്ചാൽ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഗേറ്റ് അടച്ചു. പിന്നെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രാഫിക്കും കഴിഞ്ഞ ഉത്സവത്തിന് അവിടെ എത്തിയപ്പോ അതിലും വലിയ ട്രാഫിക്. വണ്ടിയിൽ എന്തായാലും ഉത്സവ പറമ്പിലെത്തൂലായിരുന്നു. നമ്മള് നേരെ ഇറങ്ങി നടന്നെത്തുന്നതിന് മുന്നേ എന്തായാലും വെടിപൊട്ടി തുടങ്ങി. അത് നമ്മൾ റോഡിൽ നിന്നേ കണ്ട്. പിന്നെ നാട്ടുകാരെല്ലാരും കൂടി ഓട്ടമായി ചാട്ടമായി. പിന്നെ നമുക്ക് കുറച്ച് ഭാഗ്യമുള്ളതുകൊണ്ട് മാലപ്പടക്കം പൊട്ടുന്നതിന് മുന്നെങ്കിൽ അവിടെ എത്താമെന്ന് പറ്റി. അപ്പൊ ശരി എന്നാ.